ഇത്രയൊക്കെ വിശദീകരിച്ചല്ലോ, നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഏജൻറ്റിനെ മനസ്സിലാക്കുന്നത്? ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്, നല്ല ഏജൻറ്റിനെ എങ്ങനെ സമീപിക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു ഏജൻറ്റിനെ പരിചയം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പരാജയത്തെപ്പറ്റി നിങ്ങളൊന്ന് പഠിക്കുക, വിജയത്തെപ്പറ്റിയല്ല. വിജയങ്ങൾ പറയാൻ ഒരുപാട് കാണും, ഒരുപാട് നന്നായിട്ട് ചെയ്യുന്ന ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ എത്രമാത്രം പരാജയങ്ങളുണ്ടെന്നുള്ളത് ഒന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. ഏറ്റവും കുറവ് പരാജയമുള്ളവൻ്റെ അടുത്ത് നിന്ന് പോയി നിങ്ങൾ പോളിസി എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. വിജയങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ഏജൻസും നല്ല മിടുക്കന്മാരായ ഏജൻറ്റുമാരാണ്. പരാജയപ്പെട്ട് പോകാത്ത ഏജൻറ്റുമാർ കുറവാണ്. പക്ഷെ പരാജയങ്ങൾ ഏറ്റവും കുറവ് പരാജയമുള്ള ഏജൻസിൻ്റെ അടുത്ത് പോയി നിങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വിശദീകരിക്കുന്ന ഏജൻസ് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഒരു സർവീസ് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം. ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ഏജൻസ് അല്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഏജൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്ന ഏജൻസ് ആയിരിക്കണം. നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ ക്ലെയിം കിട്ടുള്ളൂ, ഇങ്ങനെ പറഞ്ഞാൽ ക്ലെയിം കിട്ടത്തില്ല, ഈ മുറിയിലേ കിടക്കാവുള്ളൂ, ഇങ്ങനെ ഓരോ കാര്യം ഒരിക്കലും കസ്റ്റമേഴ്സ് പോളിസി അപ്ഡേറ്റഡ് അല്ല. കസ്റ്റമർ ഇന്ന് പോളിസി എടുത്തിട്ട് ഇന്ന് മാത്രം ഓർമ്മയിൽ നിൽക്കും പല കാര്യങ്ങളും. കുറച്ച് കഴിയുമ്പോൾ അവർ മറന്നു നോക്കുക, അവർക്ക് അവരുടെ ആ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഏജൻസ് എന്നുള്ള നിലയിൽ എപ്പോഴും കസ്റ്റമറിൻ്റെ പോളിസി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഏജൻറ്റുമാർ തന്നെയാണ്. അപ്പോൾ ആ ഏജൻറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് വേണ്ട ക്ലെയിമുകൾ മേടിച്ച് കൊടുക്കാനുള്ള ഒരു ഏജൻ്റ് എന്ന നിലയിൽ അവർ നോക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ഏജൻറ്റിനെ എന്താ പറയുക, നോക്കിയെടുക്കുക, പരിചയത്തിലുള്ളവരെ സമീപിക്കുക, അവരുടെ വിജയങ്ങളും അവരുടെ പരാജയങ്ങളും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ അന്വേഷിക്കുക ഏജൻറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്കൊരു നല്ല ഒരു ഏജൻറ്റിനെ കണ്ടെത്താവുന്ന കാര്യമേ ഉള്ളൂ.